ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കോട് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 39ാമത്തെ ദിവസമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പതിവിൽ വിപരീതമായിട്ട് ഇന്ന് അടുക്കളയിൽ എന്നൊക്കെ. അപ്പോൾ ഇന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ സ്വാഭാവികമായിട്ട് കയറി പോവില്ലേ. ചേച്ചി വരാൻ 7:30 ആവും കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. 8:20 ഫസ്റ്റ് ബെല്ലാണ്. അപ്പോൾ നമ്മളൊരു 8 മണിക്കാകുമ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഉള്ള ഒരു ദൂരമാണ് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 8 മണിക്ക് തന്നെ ഇറങ്ങണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ മക്കളെ ഓൾറെഡി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് ഞാൻ അവിടെ എത്തി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് ചോക്കോസ് മതി എന്ന് പറഞ്ഞു, ഒരാൾക്ക് സാൻഡ്വിച്ച് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടാൾക്കും അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ യൂണിഫോം, കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോം, ഇപ്പോൾ പുതിയ സ്കൂളാണല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറായിരുന്നു. അതന്നെ അവർ ഒരു വിധത്തിലാക്കിയിട്ട് കൊണ്ടുവരുന്നു. ഇപ്രാവശ്യം വെള്ള യൂണിഫോം ആയതുകൊണ്ട് ഞാൻ അവർക്ക് യൂണിഫോം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് യൂണിഫോം ഇട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോ ഞാൻ അതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. അവർ ഒന്ന് ഡ്രസ്സ് ഇടാണ്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുജി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സുജിക്കുള്ള കോഫിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കൊണ്ടു വന്നിട്ട് അപ്പോൾ മക്കൾക്ക് യൂണിഫോം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്ത ആൾ 5 അപ്പോൾ അതാണ് ഇപ്രാവശ്യം മൂപ്പർക്ക് പാൻസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരാൾ വലിയ ആളായ ഒരു പ്രതീതിയാണ് മൂപ്പർക്ക് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞാൻ വലിയ സംഭവമായിട്ടുണ്ട്, എനിക്കിപ്പോൾ കണ്ടോ പാൻസൊക്കെയാണ് എന്നൊക്കെ ഉള്ളൊരു ഭാവമായിട്ടുണ്ട് മൂപ്പർക്ക്. ഇന്ന് ഉച്ച വരെ ഉള്ളൂ സ്കൂള്. ഏതായാലും വരുമ്പോൾ ഈ വെള്ളേൻ്റെയൊക്കെ അവസ്ഥ എന്താവും ഇനി അങ്ങോട്ടേക്ക് എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ക്രീം കളറൊക്കെ ആയിരുന്നു, ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറായിരുന്നു. അതന്നെ ഒരു വിധത്തിൽ ഞാൻ എത്ര അലക്കിയാലും എത്ര ചെയ്താലും അതൊരു നിറം വെക്കൂല, ഒരു ചീഞ്ഞ അവസ്ഥയായിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളൻ്റെയൊക്കെ അവസ്ഥ എന്താവും എന്നുള്ളത് കണ്ടറിയണം കോശി. ഇപ്രാവശ്യം ടൈയും എന്താ പറയുക ബെൽറ്റൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈയൊക്കെ എങ്ങനെ ഇടേണ്ടതെന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ആദ്യം തപ്പിക്കളിച്ചത്, ഇതെങ്ങനെ ഇടണം എന്നുള്ള ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ആര്യന് ഇട്ട് കൊടുത്തപ്പോൾ കുറേ ടൈം എടുത്തത്. അങ്ങനെ ആദ്യം ഇന്നലെ അതൊക്കെ നോക്കി വെക്കേണ്ടതായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഞാൻ ജസ്റ്റ് അയൺ ചെയ്ത് വെക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇതൊക്കെ എങ്ങനെ ഇടേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഞാൻ നോക്കി വെച്ചതേ ഇല്ല. എല്ലാം എടുത്തു വെച്ചു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ കുറേ ടൈം പോയി, കുറേ ബെൽറ്റുമ്മ പോയി. ബെൽറ്റുമ്മലാണ് കുറേ സമയം പോയത് കേട്ടോ. ബെൽറ്റ് എങ്ങനെ ഇടേണ്ടത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറേ ടൈം ബെൽറ്റുമ്മ പോയി. ബെൽറ്റ് എനിക്ക് കുറേ സമയം ഞാൻ ബെൽറ്റുമ്പോൾ കുറേ സമയം പോയി. എന്നിട്ട് ഞാൻ ലാസ്റ്റ് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ആര്യനോട് പറഞ്ഞു പപ്പനെ വിളിച്ചിട്ട് വാ. അതാണ് ആര്യ ആ ഓട്ടം പപ്പനെ വിളിക്കാനാണ് പോയത് കേട്ടോ. എന്നിട്ട് ഞാൻ കുറേ സമയം നോക്കി. പിന്നെ പപ്പയും വന്നിട്ട് കുറേ ടൈം നോക്കി. പക്ഷെ എന്നിട്ട് ഇത് എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയില്ല കേട്ടോ. അവസാനം യൂട്യൂബ് അമ്മാവനാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണ് ഈ യൂണിഫോം ബെൽറ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയപ്പോൾ യൂട്യൂബിൽ പെട്ടെന്ന് ചെറിയ ഷോർട്സ് ഉണ്ടാവില്ലേ, അതിലിങ്ങനെ വന്നപ്പോൾ അതിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത് കേട്ടോ. പിന്നെ സുജിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ഒരു ഐഡിയ കിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സുജിക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ സുജിക്ക് പെട്ടെന്ന് തന്നെ കത്തി സുജി അത് റെഡിയാക്കുകയും ചെയ്തു. പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിയ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ചെരുപ്പ് തന്നെ ഇടണം. അപ്പം അങ്ങനെ ഏകദേശം തട്ടിമുട്ടി സെറ്റപ്പായി വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടിയിട്ടോ നേരത്തിന്. ഞാൻ നേരത്തെ മക്കളെയൊക്കെ റെഡിയാക്കിയതുകൊണ്ട് വേഗം നേരത്തിന് കാലത്തിനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ലേറ്റ് ആവണ്ടല്ലോ. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ വഴിക്കൊക്കെ റോഡിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ എന്തായാലും വേഗത്തിൽ ഒന്ന് എത്താൻ പറ്റി. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ലേറ്റ് ആവുമ്പോൾ ഫസ്റ്റ് ഡേ ലേറ്റ് ആയാലും വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഏതായാലും നമുക്കൊരു സമാധാനം ഉണ്ടാവുന്നുണ്ട്. അതിന് വേണ്ടി എന്തായാലും കുഴപ്പമില്ലാണ്ട് എത്താൻ പറ്റി. അവിടെ എൻട്രൻസിൽ തന്നെ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും എടുത്തു. എന്താ പറയുക,
കുറേ മക്കൾ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മിഠായി കൊടുക്കൽ സംഭവമൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം സുജിക്ക് എന്തോ അർജൻറ്റായിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. മക്കൾ ഇച്ചിരി വറീഡായിരുന്നു. കാരണം പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമോ, പുതിയ ക്ലാസ് റൂം എവിടെയാണ് ഒക്കെ ഉള്ള കുറച്ച് ടെൻഷനാണ്. പിന്നെ സുജിക്ക് ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് മക്കളെ വേഗം ക്ലാസ് റൂമിൻ്റെ അവിടെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വെയിറ്റും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാമല്ലേ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 83 കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വെയിറ്റ് 83.60 ആയിരുന്നു. അപ്പോൾ ഇന്നലത്തേനേക്കാളും 600 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വാട്ടർ ഫാസ്റ്റിംഗ് അത്ര ഒരു ഫലിച്ചില്ല എന്ന് വേണം പറയാൻ കേട്ടോ. അത്ര ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എൻ്റെ ബോഡിക്ക്. ഇനി അങ്ങനെ അല്ല വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടർ കോഫി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. മക്കൾക്ക് ഞാൻ സ്നാക്സോ ഇന്ന് ഉച്ചവരെ ഉള്ളൂ, ഒന്നും കൊടുത്തയച്ചിട്ടില്ല. അവിടെ മെസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മക്കൾക്ക് അത് അവിടുത്തെ മെസ്സ് മതി എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എത്രത്തോളം ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു മാസം നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ മെസ് ഫീ അടച്ചിട്ടുണ്ട്. അവിടെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രീതിയിൽ ഇങ്ങനെ ഉപ്മാവ് മക്കൾ കഴിക്കൂല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാകും. ദോശ, വെള്ളപ്പം അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടാകും. പിന്നെ ഉച്ചക്ക് ചോറ്, പിന്നെ ഓരോ ദിവസം മാറി മാറി കേട്ടോ. ഗീ റൈസ് ചിക്കൻ കറി, ചോറ് ചിക്കൻ കറി, പിന്നെ ഏതോ ദിവസം ബിരിയാണി കിട്ടും. അങ്ങനെ എന്തൊക്കെയൊക്കെയോ മാറി മാറി വരും. പിന്നെ ഈവനിങ് എല്ലാ ദിവസവും ഹോർലിക്സ്, പിന്നെ പൊക്കവട അങ്ങനെ എന്തൊക്കെയൊക്കെയോ മാറി ആയിട്ടുള്ള സ്നാക്സുകൾ ഉണ്ടാവും ഈവനിങ് എന്നും കേട്ടോ. അപ്പോൾ മക്കൾ അവിടുന്ന് കഴിച്ചോളാം, മെസ് ഫീ അടച്ചോ മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കഴിച്ച് നോക്കിയാൽ അറിയാം അവർക്ക് അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. റെയ്നുവിന് ഓൾറെഡി പഴയ ഒരു ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല. ആര്യനാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പോൾ എന്താവുന്നുള്ളതൊക്കെ ഇനി വരും പോലെ അറിയാം. അപ്പോൾ സുജി പോവാണ്. ഞാൻ പറഞ്ഞില്ല സുജിക്ക് ഇച്ചിരി കുറച്ചധികം തിരക്കുള്ളതുകൊണ്ട് സുജി വേഗം തന്നെ പോവാണ് കേട്ടോ. സുജി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്നുകിൽ അവിടെ തന്നെ സ്കൂളിൽ തന്നെ ഇരിക്കാം, എന്നിട്ട് മക്കളെയും കൂടി പിക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോയി മക്കളെ പിക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ആയില്ല. അപ്പോൾ ഞാനാണ് മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണത്. 1 മണിക്ക് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കളെ ഞാൻ എന്താ പറയുക, അവിടെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാവുമോ, എനിക്ക് പുതിയ സ്കൂളല്ലേ, എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് സുജി എനിക്ക് സ്റ്റാഫിനെ വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ കൂടെ പോണത് കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര റഷ് ആയതുകൊണ്ട് ഞാൻ മക്കൾ വരുന്ന വീഡിയോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ പിന്നെ എടുത്തിട്ടില്ല. പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര വിശപ്പുന്നുണ്ടോ. മക്കൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡും കൂടി കഴിച്ചിട്ടാണ് മക്കൾ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് കഴിച്ചു, രസം കഴിച്ചു, ഉപ്പേരി കഴിച്ചു. ഉപ്പേരി ഒന്നും ഇവിടുന്ന് ജന്മം ഡേ കഴിക്കാത്ത മക്കളാണ്, അവിടുന്നൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും അവർക്ക് വന്നപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിതാ കുറച്ച് ക്യാബേജ് ഉപ്പേരി, ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന രാത്രിയാണ്. മക്കൾക്ക് ബിരിയാണി വേണമെന്നൊക്കെ പറഞ്ഞ് പപ്പനെ കൊണ്ട് സമീപിച്ച് പപ്പനെ കൊണ്ട് ബിരിയാണിയൊക്കെ വാങ്ങിപ്പിച്ച് മക്കളിതാ ബിരിയാണി കഴിക്കുകയാണ്. നല്ല ബീഫ് ബിരിയാണി ആയിട്ട് എനിക്ക് നല്ല റഹ്മത്തത്തെ ബീഫ് ബിരിയാണി, അടിപൊളി ബീഫ് ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലത്തെ ബീഫാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ ഞാൻ ഈ ബീഫ് ബിരിയാണി മക്കൾക്ക് വാരി കൊടുക്കുകയും ചെയ്തു, അതിലത്തെ ബീഫ് ഞാൻ കഴിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത് രാത്രി. അപ്പോൾ ഞാൻ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളും വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.